ഏറ്റുമാനൂർ പാലാ ഹൈവേ. ഏറ്റുമാനൂരിൽ നിന്ന് 13 കിലോമീറ്ററും പാലായിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററും ദൂരെയുള്ള മുത്തോലി പഞ്ചായത്തിലെ പുലിയന്നൂർ എന്ന ഗ്രാമമാണിത്. മനോഹരമായൊരു കാർഷിക ഗ്രാമമാണിത്. കച്ചവടാദി കാര്യങ്ങൾക്കായി പാലായിലെത്തിയവർ ആവാം ഇവിടുത്തെ ആദ്യ കുടിയേറ്റക്കാർ എന്നാണ് കരുതപ്പെടുന്നത്. ചെട്ടിയാർ, നായർ, ഈഴവ, ബ്രാഹ്മണ, നമ്പൂതിരി, വിശ്വകർമ്മ, ക്രിസ്ത്യൻ, പരവ വിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം കർഷകരാണ്. റബ്ബർ, നെല്ല്, വാഴ, കുരുമുളക്, കരിമ്പ് തുടങ്ങിയവയാണ് പ്രധാന കൃഷികൾ. വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ സ്ഥാപിച്ച 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഒന്നാണ് പുലിയന്നൂർ. ഈ ഗ്രാമത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ പുലിയന്നൂർ മഹാദേവ ക്ഷേത്ര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ആത്മീയ ഔന്നത്യം വിളിച്ചോതുന്ന പുലിയന്നൂർ മഹാദേവ ക്ഷേത്രം 1000ഓളം വർഷം പഴക്കമുള്ളതാണ്. മധ്യ കേരളത്തിലെ അപൂർവ ചില ഊരാൺമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ചെറുതിൽ വലുത് പുലിയന്നൂർ എന്നാണ് ചൊല്ല്. പ്രാദേശികമായ ഐതിഹ്യങ്ങൾക്കും ചരിത്ര വീക്ഷണങ്ങൾക്കും അതീതമായി തനത് വിശ്വാസം ഭക്തരിൽ ആഴ്ന്നിറങ്ങി ഔന്നത്യത്തിലെത്തിയ പുലിയന്നൂർ ക്ഷേത്രം ഇന്ന് മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുന്നിലാണുള്ളത്. സർവാഭിഷ്ട വരദായകനായ പുലിയന്നൂരപ്പന്റെ ദർശന മഹാത്മ്യം സഹസ്രാബ്ദങ്ങളായി ഭക്തർ അനുഭവിക്കുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പകലകൾ അതിവിശിഷ്ടമാണ്. പടിക്കു താഴെ കരിങ്കല്ലിൽ കൊത്തുവെച്ചിട്ടുള്ള കാളപ്പുറത്തിരിക്കുന്ന ശിവപാർവതി, കിരാതം കഥ, ഗണപതി സുബ്രഹ്മണ്യ ജ്ഞാനപ്പഴ കഥ, അനന്തശയനം എന്നിവയും ചാരുതൂണുകളിൽ കാണുന്ന ദുർഗ, ഭദ്ര, ശാസ്താവ്, ആന, സിംഹം എന്നിവ ശില്പകലാ അത്ഭുതങ്ങളാണ്. വിശാലമായ ക്ഷേത്രാങ്കണത്തിൽ ഗണപതി, ശാസ്താവ്, നാഗരാജാവ്, നാഗയക്ഷി, ഭദ്രകാളി പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലെ ഉപദേവതമാരായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രദോഷം, സംക്രമം തുടങ്ങിയ മാസവിശേഷങ്ങളും നിറപുത്തിരി, ഓണം, നവരാത്രി, മണ്ഡലപൂജ, യക്ഷിക്കും ഭദ്രകാളിക്കും കളമെഴുത്തുപാട്ട്, പരശുരാമ ജയന്തി, നരസിംഹ ജയന്തി, അഷ്ടമി രോഹിണി, വിഷുവിളക്ക്, കർക്കടക മാസത്തിലെ ഭഗവതി സേവ,
തുടങ്ങിയ വിശേഷങ്ങളും ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നു. ജലധാര, രുദ്രാഭിഷേകം, മൃത്യുഞ്ജയ ഹോമം, ചതുശതം, ചുറ്റുവിളക്ക്, ഉമാമഹേശ്വര പൂജ, ഉത്സവബലി വഴിപാടുകൾ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. രാവിലെ 4 മുതൽ 10 വരെയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയുമാണ് നട തുറന്നിരിക്കുന്നത്. തുരുത്തിപ്പിള്ളിൽ, ഇണ്ടൻ തുരുത്തി, ഇളമ്പിളക്കാട്ട്, വടശ്ശേരി, കുഴിപ്പിള്ളിൽ എന്നീ ഇല്ലങ്ങൾ ചേർന്ന് ഊരാണമ്മ ദേവസ്വം ട്രസ്റ്റാണ് 1000ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങൾ നടത്തി വരുന്നത്. ഈ ക്ഷേത്രത്തിലെ തന്ത്രി മണയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയും മേൽശാന്തി മുണ്ടക്കുടി നാരായണൻ നമ്പൂതിരിയുമാണ്. പുലിയന്നൂരപ്പനിലുള്ള ദൃഢവിശ്വാസവും നിഷ്ഠയിലും ചിട്ടയാലും നടത്തിവരുന്ന ആചാരാനുഷ്ഠാനങ്ങളും കർമ്മപുഷ്ടിയും ഭക്തരുടെ നിസ്വാർത്ഥമായ സഹകരണവും ആണ് ക്ഷേത്രത്തിന്റെയും തദ്വാര നാടിന്റെയും സർവ്വ ഐശ്വര്യങ്ങൾക്കും നിദാനം എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ബലിക്കൽപുരയിലെ പിരിവളകൾ കേരളത്തിലെ 1-2 ക്ഷേത്രങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ. കിഴക്കേ വാതിലിന് മുകളിൽ കാണുന്ന ഗജേന്ദ്രമോക്ഷം ഒറ്റത്തടിൽ നിർമ്മിച്ചിട്ടുള്ളതാണെന്നാണ് മറ്റൊരു പ്രത്യേകത. മുഖപ്പിലുള്ള ഇന്ദ്രൻ, ശ്രീരാമ പട്ടാഭിഷേകം, യക്ഷൻ, കണ്ണാടി നോക്കി പൊട്ടുതുടർന്ന സുന്ദരി യക്ഷി തുടങ്ങിയ ശില്പങ്ങൾ അതിമനോഹരമാണ്. കല്ലിലും മരത്തിലും നിർമ്മാണ വൈഭവത്തോടെ ആലേഖനം ചെയ്തിരിക്കുന്ന ഇത്തരം കൊത്തുപണികളും ലിപികളും ഈശ്വര കടാക്ഷത്തിന്റെ മൂർത്തീഭാവമായതിനാലാണ് ചെറുതിൽ വലുത് പുലിയന്നൂർ എന്ന ചൊല്ലിന് കാരണമായത്. രാവിലെ ദക്ഷിണമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം സാംബശിവനായും വിളങ്ങുന്ന പുലിയന്നൂരപ്പനെ സമയനിഷ്ഠയോടെ കണ്ടു വണങ്ങുന്ന ഭക്തർക്ക് 3 ഭാവത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നേടുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഗണപതിയെയും അനന്തരം മഹാദേവനെയും തൊഴണം. അതുകഴിഞ്ഞ് 3 പ്രദക്ഷിണം വെച്ച് തൊഴുകയും പ്രസാദം വാങ്ങി കയറിയ വാതിലിൽ കൂടി പുറത്തിറങ്ങുകയും വേണമത്രേ. മലയാള മാസമായ കുംഭത്തിൽ, അതായത് ഫെബ്രുവരി മാർച്ച് 8 ദിവസമാണ് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം. ശിവരാത്രി പള്ളിവേട്ടയായി 8 ദിവസം നടത്തപ്പെടുന്ന ഉത്സവം അതിപ്രാധാന്യമേറിയതാണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജശ്രേഷ്ഠരും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സംഗീതജ്ഞരും ക്ഷേത്രകലാ രംഗത്തെ പ്രമുഖരെല്ലാം ഉൾപ്പെടുന്ന ഉത്സവം ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ഉത്സവമായി മാറിയിരിക്കുന്നു. ചിങ്ങമാസത്തിലെ ഗജപൂജയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഉത്സവ ദിനങ്ങളിൽ എല്ലാ ദിവസവും പ്രസാദകൂട്ട് ഭക്തരുടെ വഴിപാടായി നടക്കുന്നു. കുംഭം 4 കലശദിനമായി ആചരിക്കുന്നു. കൂടാതെ ആണ്ടുവിശേഷങ്ങളായ മണ്ഡലകാലം 42 ദിവസം ചുറ്റുവിളക്കും കളമെഴുതിപ്പാട്ടും ആചരിച്ചു വരുന്നു. കൊടിയേറ്റ് കഴിഞ്ഞാൽ ദർശന പ്രാധാന്യമുള്ള വഴിപാടുകളാണ്
ഉത്സവബലി ദർശനം, ശിവരാത്രി നാളിലെ പള്ളിവേട്ടിയും പിറ്റേ ദിവസത്തെ ആറാട്ടും. ഇവ മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്തത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്. ക്ഷേത്രത്തിലെ കൊടിയേറ്റിനു മുൻപ് ക്ഷേത്രശുദ്ധിയും ഗ്രാമശുദ്ധിയും ഒപ്പം നാട്ടിലെ മുഴുവൻ ഗ്രഹങ്ങളും ശുദ്ധി വരുത്തുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പുറത്തു പോയിട്ടുള്ളവർ ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി നാട്ടിലെത്തുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇനിയും വരാം വേറിട്ട കാഴ്ചകളുമായി.